നമസ്കാരം. ടാറ്റ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു. അപ്പൊ ഇനി പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ലാബ് അസിസ്റ്റന്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് പ്രതീക്ഷിച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക്, നിരാശ സംഭവിച്ച ആളുകൾക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എന്ന് പറയുന്നത്. ഒരുപാട് സാധ്യതകളുള്ള, കുറച്ചുകൂടി പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. കുറച്ച് കോമ്പറ്റീഷൻ ഒക്കെ കുറവുള്ള ഒരു പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ഓരോ ജില്ലയിലും അപേക്ഷകർ എത്രയുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ജോലി സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ടാറ്റ പി എസ് സി എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു. അപ്പൊ നമുക്ക് വിഷയത്തിൽ കിടക്കാം. അപ്പൊ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 2, 9 തീയതികളിലാണ്. അപ്പൊ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 2, 9 ഡേറ്റ് പി എസ് സി ഒഴിച്ചിട്ടത് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടി തന്നെയായിരുന്നു. കാരണം ശനിയാഴ്ചയാണ് സാധാരണ ഇതിൽ ഇത്ര വലിയ പരീക്ഷകളൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ 2-ാം തീയതി 9-ാം തീയതി നേരത്തെ ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ വന്ന സമയത്ത് വേക്കന്റ് ആയിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഡേറ്റ് തന്നെയായിരിക്കും എക്സാം നടക്കുക എന്നത്. അപ്പൊ ഓരോ ജില്ലയിലെയും എക്സാം ഏതൊക്കെ ഡേറ്റിനാണ് നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, ഇത്രയും ജില്ലകളുടെ എക്സാം നടക്കുന്നത് 2-ാം തീയതിയാണ്. ഏതൊക്കെ ജില്ലകളാണ്? തിരുവനന്തപുരം ഉണ്ട്, പത്തനംതിട്ട ഉണ്ട്, കോട്ടയം ഉണ്ട്, തൃശ്ശൂർ ഉണ്ട്, മലപ്പുറം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്. ഇത്രയും ജില്ലകളുടെ എക്സാം ആണ് ഏത് മാസം നടക്കുന്നത്? ഓഗസ്റ്റ് 2-ാം തീയതി നടക്കുന്നത്. ബാക്കി ജില്ലകളുടേത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ് എക്സാം നടക്കുക. അതിന്റെ അപേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ 67,706 അപേക്ഷകരുണ്ട്. പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ 13,699 പേരേ ഉള്ളൂ. കോട്ടയത്താണെങ്കിൽ 17,577, തൃശ്ശൂരിൽ 25,478, മലപ്പുറം ജില്ലയിൽ 34,021, കോഴിക്കോട് ജില്ലയിൽ 40,381. അങ്ങനെയൊക്കെയാണ് കൺഫർമേഷൻ ശേഷം അപേക്ഷകരുള്ളത്. പിന്നെ മറ്റു ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ 9-ാം തീയതി എക്സാം നടക്കുന്ന കൊല്ലം ജില്ലയിൽ 38,959 അപേക്ഷകരാണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ 26,986 അപേക്ഷകരുണ്ട്. ഇടുക്കി ജില്ലയിൽ 12,415 അപേക്ഷകരാണ് ഇടുക്കി ജില്ലയിലുള്ളത്. 12,415. പിന്നെ എറണാകുളം ജില്ലയിൽ 32,091 അപേക്ഷകരാണുള്ളത്. അതേപോലെ പാലക്കാട് ജില്ലയിൽ 36,774 ആണുള്ളത്. വയനാട് ജില്ലയിൽ 11,462 പേരാണ് അപേക്ഷകരായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ 25,640 ഉണ്ട്. കാസർഗോഡ് ജില്ലയിൽ 13,287 അപേക്ഷകർ എത്തുന്നത്. ഇനി ഇതിന്റെ ഹോൾ ടിക്കറ്റ് 2/8 ഉള്ള എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് 19/7 സൈറ്റിൽ അവൈലബിൾ ആയി. 19/7 മുതൽ 2/8 ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 100 മാർക്കിനുള്ള എക്സാം ആണ്. പിന്നെ മലയാളത്തിൽ തന്നെയായിരിക്കും എക്സാം. ഇംഗ്ലീഷ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പാർട്ട് 4 ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷിലായിരിക്കും എക്സാം ഉണ്ടാവുക. ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ തന്നെയാണ് ഉണ്ടാവുക. 1.5 മണിക്കൂർ എക്സാമിന് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ സമയം കിട്ടാത്തൊരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പ്രത്യേകിച്ച് 10th ലെവൽ എക്സാം ആണ്. പ്രിലിംസും മെയിൻസും എല്ലാം കൂടി ഒന്നായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ടൈമിന്റെ കാര്യം 1.5 മണിക്കൂർ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം സമയം കിട്ടും തന്നെ വിചാരിക്കാം. പിന്നെ സിലബസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അത്രയൊക്കെയാണ് ഇതിൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഇനി അതിൽ സിലബസ് നോക്കാം. സിലബസ് വരുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹിസ്റ്ററി 5 മാർക്ക് ഉണ്ട്, ജോഗ്രഫി 5 മാർക്ക് ഉണ്ട്, എക്കണോമിക്സ് 5 മാർക്ക് ഉണ്ട്, ഭരണഘടന 5 മാർക്ക് ഉണ്ട്, കേരള ഭരണവും ഭരണ സംവിധാനവും 5 മാർക്ക് ഉണ്ട്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക് ഉണ്ട്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക് ഉണ്ട്, രസതന്ത്രം 3 മാർക്ക്, കലാ കായികം സാഹിത്യം 5 മാർക്ക്, കമ്പ്യൂട്ടർ ബേസിക് 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും 10 മാർക്ക്, ഇംഗ്ലീഷ് 10, മലയാളം 10. അതായത് നമ്മളിപ്പോ എഴുതിയിട്ടുള്ള
ലാബ് അസിസ്റ്റന്റ് എക്സാം ആണെങ്കിലും സെക്രട്ടേറിയറ്റ് OA മെയിൻസ് ആണെങ്കിലും LD ക്ലർക്കിന്റെ ഒക്കെ സെയിം സിലബസ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അതൊന്ന് ഏതൊക്കെ ഭാഗമാണോ പഠിക്കാത്തത് ആ ഭാഗം നോക്കിയിട്ട് റിവേഴ്സ് ചെയ്യുക. അതോടൊപ്പം പഠിക്കാത്ത ഭാഗങ്ങൾ നന്നായി പഠിക്കുക, പഠിച്ച ഭാഗങ്ങൾ റിവേഴ്സ് ചെയ്യാൻ രീതിയിൽ സമയമുണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോ ജൂണ് 23, 22, 23 ഒക്കെ ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇനിയും പിന്നെ ദിവസങ്ങളുണ്ട്. ജൂണിൽ തന്നെ ഇനിയും 5-8 ദിവസങ്ങളുണ്ട്. ജൂലൈയിൽ 31 ദിവസം ബാക്കിയുണ്ട്. അങ്ങനെ ഒരു മൊത്തം നമുക്കൊരു 2-ാം തീയതി എക്സാം ഉള്ള ആളുകൾക്ക് ഒരു 40 ദിവസത്തിനടുത്ത് പഠിക്കാൻ വേണ്ടി കിട്ടും. ആ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുക. അതുകൊണ്ട് നേരത്തെ LDക്കും ഇതിനൊക്കെ വേണ്ടി പഠിച്ച ആളുകളാണെങ്കിൽ അതിന് മാത്രമൊന്നും പഠിക്കാനില്ല. അപ്പൊ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് റിവൈസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് നേടിയെടുക്കാൻ വേണ്ടി. ജോലിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഭാഗമായിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊന്നും അങ്ങോട്ട് പ്രിഫർ ചെയ്യാത്ത ഒരു ഭാഗമാണ്. അപ്പൊ മറ്റു ജോലികളൊന്നും കിട്ടുന്നവർ LDകളൊക്കെ അടക്കമുള്ള സെക്രട്ടേറിയറ്റ് OA അടക്കമുള്ള ജോലികൾ കിട്ടുന്ന ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറവുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഈ ജോലി നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.